അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു. നിഷാദിൻ്റെ ഉമ്മ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അവസാനമായി എൻ്റെ മകനെ എനിക്കൊരു നോക്ക് കാണണമെന്ന്. കഴിഞ്ഞ ഒരാഴ്ച മുന്നേ തായ്ലാൻഡിൽ വെച്ച് മരണപ്പെട്ട നമ്മുടെ സഹോദരൻ നിഷാദിൻ്റെ മയ്യത്ത് ഇന്ന് കാലത്ത് അവരുടെ വസതിയിലെത്തി. അതിനുശേഷം എടക്കയ്യൂർ ജുമാ മസ്ജിദിൽ ഖബറടക്കി. അവൻ്റെ ഉമ്മ ഒരുപാട് ആളുകളോട് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് എൻ്റെ മോനെ അവസാനമായിട്ടൊരു നോക്ക് കാണണം. കുറച്ച് കാലങ്ങളായിട്ട് നിഷാദ് നാട്ടിലില്ല. നിഷാദ് തായ്ലാൻഡിൽ പോയത് മലേഷ്യയിൽ ജോലി ആവശ്യാർത്ഥം പോയതായിരുന്നു. നിഷാദിൻ്റെ ഭാര്യയും 2 മക്കളും പിന്നെ വിസ പുതുക്കാൻ വേണ്ടിയിട്ടാണ് തായ്ലാൻഡിൽ പോയത്. അവിടെ എത്തിയതിന് ശേഷം ശാരീരികമായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി, അങ്ങനെ തളർന്നു. പിന്നീട് നിഷാദ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ് നിഷാദ് മരണമടഞ്ഞത്. കുറച്ച് ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഏകദേശം 20 ലക്ഷം രൂപയോളം ബാധ്യത വന്നപ്പോൾ അത് ആരേറ്റെടുക്കുമെന്നുള്ളൊരു വല്ലാത്ത വിഷമഘട്ടത്തിലായിരുന്നു. കാരണം നിഷാദിനോട് കൂടെ ഉണ്ടായിരുന്ന നിഷാദിൻ്റെ ഭാര്യയും അതുപോലെ തന്നെ 2 ചെറിയ 3 വയസ്സ് പ്രായമുള്ള ചെറിയ 2 ഇരട്ടക്കുട്ടികളായ പെൺകുട്ടികളുമാണ്. പല ആളുകൾക്കും വിളിച്ചു. അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിൻ്റെ ചെലവ് അവിടെ കൊടുത്തെങ്കിൽ, ഈ 20 ലക്ഷം രൂപ കൊടുത്തെങ്കിൽ മാത്രമേ മയ്യത്ത് വിട്ടുകൊടുക്കൂ എന്നുള്ളൊരവസ്ഥയിലായിരുന്നു ഹോസ്പിറ്റലുകാരും ഉണ്ടായിരുന്നത്. അവസാനം മലേഷ്യയിലുള്ള അവൻ്റെ മുൻകാല സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഒരുപാട് സംഘടനകളും എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് പല രീതിയിൽ സഹായിച്ച ആളുകളുണ്ട്. അൽഹംദുലില്ലാ, ആ സഹായങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയപ്പോൾ പിന്നെ ഹോസ്പിറ്റലുകാരും കൂടി കനിഞ്ഞപ്പോൾ ഇന്ന് കാലത്ത് ആ മയ്യത്ത് ഇവിടെ വീട്ടിലെത്തിയിട്ട് എടക്കയ്യൂർ ജുമാ മസ്ജിദിൽ ഖബറടക്കിയിട്ടുണ്ട്. അള്ളാഹു എല്ലാ ദോഷങ്ങളും പുറത്ത്, എല്ലാ അറിവില്ലായ്മ കൊണ്ടും മറ്റു സംഭവിച്ച തെറ്റുകളൊക്കെ പുറത്ത് ആ സഹോദരന് സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം നമ്മളൊരു സഹോദരൻ മരണപ്പെട്ടു പോയാൽ നമുക്ക് പിന്നെ ഉള്ളത് ആകെ ഒരു പ്രാർത്ഥനയാണ്. അതുപോലെ തന്നെ അവരുടെ നന്മകൾ എടുത്ത് പറയേണ്ടതാണ്. അതല്ലാതെ നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ, ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ നമ്മളൊക്കെ ചെയ്യുന്നവരെ പല രീതിയിൽ വാക്കാൽ പ്രവർത്തിയാൽ. അതുകൊണ്ടാണ് ഒരു മയ്യത്ത് മരിച്ചു കഴിഞ്ഞിട്ട് ഖബറടക്കം ചെയ്യുന്നതിന് മുന്നിൽ വെച്ചിട്ട് നമ്മൾ പറയാറുണ്ട്, ഈ വ്യക്തി നിങ്ങളോട് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കണം. സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെങ്കിൽ അവരുടെ മക്കളുമായിട്ട് സമീപിക്കണം എന്നുള്ളത്. അപ്പം നമ്മൾ ആരും അതിൽ നിന്നൊന്നും അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് സുരക്ഷിതരൊന്നും അല്ല. ഇതിങ്ങനെ പറയാൻ കാരണമുണ്ട്. കാരണം നിഷാദിൻ്റെ ആ ഒരു ഹോസ്പിറ്റലിൽ കിടന്ന് കുറച്ച് ബാധ്യത വന്നപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഞാൻ എഴുതിയിട്ടിരുന്നു സഹായിക്കണമെന്നുള്ളത്. ഒരുപാട് ആളുകൾ വിളിച്ചു, നമ്പറൊക്കെ ചോദിച്ചു, പല രീതിയിൽ കാര്യങ്ങൾ അന്വേഷിച്ചിരുന്നു. പലരും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഫക്രുദ്ദീൻ പന്താവൂരിൻ്റെ പോസ്റ്ററും അതുപോലെ വീഡിയോ ഒക്കെ കൊണ്ട് സഹായിച്ചിട്ടുണ്ട്. മലേഷ്യയിലും അവൻ്റെ സ്നേഹിതന്മാരും ഒരുപാട് നല്ല രീതിയിൽ തന്നെ പെരുമാറി സഹായിച്ചിട്ടുണ്ട്. എന്നാൽ 1 രൂപ പോലും സഹായിക്കാൻ പോലും മനസ്സുകൊണ്ട് തയ്യാറാവാത്ത ചില ആളുകൾ എന്നോട് വിളിച്ച് ചോദിച്ചു, സാർ എന്തിനാണ് അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ജീവിത കാലഘട്ടത്തിൽ നമുക്കൊക്കെ പലതും സംഭവിച്ചിട്ടുണ്ടായേക്കാം. മരിച്ചു കഴിഞ്ഞ് അതിനെ പാടെ മറന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അത്രേ ചെയ്യാൻ പാടുള്ളൂ. ഈ ഒരു വിഷയം ഞാൻ എടുത്തു പറയാൻ കാരണം നമുക്ക് പലർക്കും ആ ഒരു വിവരമില്ല. ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മളൊക്കെ ജീവിതമാണ്, മനുഷ്യന്മാരാണ്. എന്തെങ്കിലുമൊക്കെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് പല പരീക്ഷണങ്ങളും നേരിടാം. ഈ പറഞ്ഞ പ്രിയപ്പെട്ട നിഷാദ് സുഹൃത്ത് പല പരീക്ഷണങ്ങൾ നേരിട്ട വ്യക്തിയാണ്, പല കാരണങ്ങളെ കൊണ്ട്. എന്നാൽ അതിനപ്പുറം ഒരുപാട് നന്മയുള്ള മനുഷ്യനായിരുന്നു. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയുന്നത് കൊണ്ടാണ്. കാരണം ഒരുപാട് നന്മയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് നന്മയുള്ള മനുഷ്യനായിരുന്നു. ഞാൻ ഒരു കോളേജിൽ പ്രിൻസിപ്പളായിട്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പാവപ്പെട്ട കുട്ടികൾ, ഫീസ് അടക്കാൻ വകയില്ലാത്ത കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. പല ആളുകൾ സ്പോൺസർ ചെയ്തിട്ടായിരുന്നു പഠിച്ചിരുന്നത്. അങ്ങനെ ഒരിക്കൽ കോളേജിലേക്ക് കാണാൻ വേണ്ടി വന്നിട്ട് ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ ഒരുപാട് കുട്ടികളുടെ ഫീസ് തന്ന് ഫ്രീ ആയിട്ട് നമ്മുടെ മക്കളെ പഠിപ്പിച്ചൊരു നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം. അതുപോലെ തന്നെ റബീഉൽ അവ്വൽ മാസമായിട്ടുണ്ടെങ്കിൽ കോളേജിലെ കുട്ടികൾ ലക്ഷക്കണക്കിന് സ്വലാത്ത് ചെല്ലാറുണ്ട്. ഓരോ കുട്ടികളും 3, 4, 5, 10 ലക്ഷം സ്വലാത്തുകൾ ഒരു മാസം കൊണ്ട് ചൊല്ലി തീർത്തിട്ട് അതിൻ്റെ ഒരു കൂട്ട പ്രാർത്ഥന ഉണ്ടാവാറുണ്ട്. 1-2 കോടി സ്വലാത്തുകൾ എല്ലാ റബീഉൽ അവ്വലും കുട്ടികൾ ചൊല്ലി തീർക്കാറുണ്ട്. ഒരുപാട് ഫാത്തിഹ സൂറത്ത് ഓതി തീർക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു മജ്ലിസ് ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അതിലേക്ക് കയറി വന്നിട്ട് അന്നത്തെ കുട്ടികൾക്കുള്ള മുഴുവൻ ഭക്ഷണത്തിൻ്റെ കാര്യവും ഏറ്റെടുത്തിട്ട് സന്തോഷത്തോടു കൂടി ചെയ്ത വ്യക്തിയാണ്. അതിനപ്പുറം ഞാൻ അറിയുന്നൊരു നിഷാദ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട്. അങ്ങനെ നമുക്കൊക്കെ 2 വശങ്ങൾ ഉണ്ടായേക്കാം. അങ്ങനെ ഒരുപാട് നന്മകൾ ഉള്ളൊരു മനുഷ്യനായിരുന്നു. പിന്നെ ജീവിതത്തിലെ പല സാഹചര്യം കൊണ്ട് അല്ലെങ്കിൽ ചില പ്രത്യേക സമയം കൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളൊക്കെ ചെറുപ്പത്തിൻ്റെ വികൃതി കൊണ്ട് പലതും നമുക്കൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അതുമാത്രം എടുത്തു പറയുന്നൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പാടില്ല. നിഷാദ് എന്നല്ല, ഏതൊരാളുടെയും മരണശേഷം പ്രത്യേകിച്ചിട്ട് അവരുടെ നന്മകളാണ് പറയേണ്ടത്. എന്താണെങ്കിലും അൽഹംദുലില്ലാ ഒരു രീതിയിലും മാനസികമായിട്ട്
തൃപ്തിപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിൽ അത്രയും വിഷമിച്ചു കൊണ്ടിരുന്നു. അവരുടെ ഭാര്യ റാഷിദ തായ്ലാൻഡിലെ ഹോസ്പിറ്റലിൽ ഇരുന്ന് പലപ്പോഴും നമ്മളോട് കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് വാക്കുകളെ കൊണ്ട് ക്ഷമിക്കാൻ പറയാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് അവരുടെ ഉമ്മ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നാ പറയുന്നത്, മകൻ്റെ മയ്യത്ത് ഒരു നോക്ക് കാണാൻ. തായ്ലാൻഡിൽ ഇപ്പം അടുത്ത കാലത്തൊന്നും ഇതുപോലെ വിസിറ്റിങ്ങിന് പോയി മലയാളികൾ മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട കേസുകൾ നടത്തിയതായിട്ട് പിന്നെ പരിചയമില്ലാത്തവർ ആയതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് നൂലാമാലകൾ ഉണ്ടായിരുന്നു എന്ന് കേസ് നടത്തിയവർ പറഞ്ഞു. എന്നാണെങ്കിലും ആ ഉമ്മയുടെ പ്രാർത്ഥന സ്വീകരിച്ചു. അവസാന നിമിഷം നിഷാദ് നാട്ടിലെത്തി. ഇന്ന് കാലത്ത് വളരെ സുന്ദരമായിട്ട് എല്ലാവരും പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ ആ മയ്യത്ത് എടക്കയ്യൂർ ജുമാ മസ്ജിദിൽ മറവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ആ കുടുംബത്തിന് വേണ്ടി, അവൻ്റെ പ്രിയപ്പെട്ട ഉമ്മാക്ക് ഒരു ക്ഷമ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് ആളുകൾ അതിൽ സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായിട്ടൊക്കെ സഹായിച്ചവരുണ്ട്. അവർക്കൊക്കെ റബ്ബ് അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളല്ലാതെ നമ്മുടെ കയ്യിലൊന്നുമില്ല. ആ പ്രാർത്ഥനകളാണ് ഇനിയും പ്രിയപ്പെട്ട നിഷാദിന് നിങ്ങൾ കൊടുക്കേണ്ടത്. അള്ളാഹു ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെ സംഭവിച്ചു പോയ ഒരുപാട് തെറ്റുകൾ നമ്മളിലും, അതുപോലെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, നമ്മുടെ സുഹൃത്തുക്കൾ, സ്നേഹിതന്മാർ, അവർക്കൊക്കെ അള്ളാഹു മാപ്പ് നൽകട്ടെ. അതുപോലെ ഇന്നത്തെ ദിവസമൊക്കെ മരണപ്പെട്ടു പോയ നമ്മുടെ ഒരുപാട് സ്നേഹിതന്മാരുണ്ട്, അവരുടെ ഉപ്പമാരുണ്ട്. പലരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിരുന്നു. അവർക്കൊക്കെ വേണ്ടി നിങ്ങളൊരു ഫാത്തിഹ ഓതി ദുആ ചെയ്യണം. നിങ്ങളെക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി എന്താണോ ചെയ്യാൻ പറ്റുക, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരനെ നമ്മളെല്ലാവരും ഓരോ സമയത്തും പ്രാർത്ഥനയിൽ ഓർക്കേണ്ടതുണ്ട്. ഒരുപാട് നന്മകളുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.